ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു പറച്ചിൽ അതിൻ്റെ കൂടെ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, ആ ആരോപണം പറഞ്ഞ ആൾക്കാർ തെളിയിക്കാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാവുമല്ലോ. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും അഭിപ്രായമില്ല. ഏത് അല്ല, ഷാഫിക്ക് എതിരായിട്ട് ആരോപണം ഉള്ള ആൾക്കാരാണല്ലോ പറയുന്നത്. എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ? എൻ്റെ കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. കൃത്യമായൊരു വിവരം ഇല്ലാതെ ഇത്തരം അല്ല, അതിന് പിന്നെ ജില്ലാ സെക്രട്ടറി കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് അവർ തമ്മിലായിക്കോട്ടെ. ഇപ്പം നമ്മളതിൻ്റെ അകത്ത് കക്ഷി ചേരുന്നില്ല. ഓരോരുത്തരുടെ കയ്യിൽ ഓരോരോ കാര്യങ്ങളുണ്ടാവുമല്ലോ. നടപടി സ്വീകരിച്ച ആൾക്കൊപ്പം യൂത്ത് കോൺഗ്രസിന്റെയും കെഎസ്യുവിന്റെയും ഒക്കെ ജില്ലാ ഭാരവാഹികളാണ് സഞ്ചരിച്ചത്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലൊരു നാടകമായി മാറിയിട്ടുണ്ടോ? അല്ല, അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യമാണ്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അത് ജനങ്ങളിൽ നിന്ന് അങ്ങ് ഒറ്റപ്പെട്ടു പോയാണ്. അതാണ് ഓരോ ദിവസം കഴിയുന്നതോറും പരിഹാസ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തുരുപ്പ് ചീട്ടും കൊണ്ടിറങ്ങിയത്. ഒന്നാമത് BJPക്കാർക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാൾ സുരേഷ് ഗോപിയാണ്. നമ്മളെ ഈ ഇതുണ്ടല്ലോ, ഇത് AMS ഓൾ ഇന്ത്യ എയിംസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഭീകരമായിട്ടുള്ള ചർച്ചയല്ലേ ഏറ്റവും. അല്ല, ആ തമ്മിലടി BJPയുടെ സംഘടനാപരമായിട്ടുള്ള കെട്ടുറപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കാൻ പോവുകയാണ്. അത് പരിഹരിക്കുന്നതിന് RSSൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ഇടപെടലുണ്ട്. ആ ഇടപെടൽ കൊണ്ടും ഇത് പരിഹരിക്കാൻ പോകുന്നില്ല. ഓക്കെ. അവസാനമായിട്ടൊരു ചോദ്യം കൂടി. അതായത് ഈ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയ സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ നന്ദി മോദി എന്ന് പറഞ്ഞിട്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവാർഡ് കിട്ടുമ്പോൾ മോദിക്ക് നന്ദി പറയുന്ന സാഹചര്യം അതിപ്പോൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകൂടിയാണ്. അതിനൊന്നും ഇപ്പം ഞാൻ പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ.